ശ്രീ സിയാദ് കോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായിസവും നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നത്. രണ്ട് സ്ത്രീകളാണ് ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ ഈ പോസ്റ്റിലേക്ക് കൊടുത്തതിന് ഞാനിവിടെ 2 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ 9 സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്റേർഡ് ആണ് എൻ്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ളൊരു അനീതിയാണ് കാണിച്ചത്. അതിന്റെ അർത്ഥം റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ അതിൽ നിന്ന്. മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് എലിജിബിലിറ്റി ഇല്ല. അദ്ദേഹം കാണാൻ പോലും നിന്നില്ല. വേറൊരാളുടെയും ഇവിടെയും നോമിനേഷൻസ് അവിടെ നോക്കിയിട്ട് എൻ്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത്. അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വേറെ ആർക്കും അങ്ങനെ ഒരു അതിനർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ. ഞാൻ നിങ്ങളുടെ എല്ലാവരും മുന്നിൽ വെച്ച് തന്നെയാണ് അത് ചോദിച്ചത്. നിയമപരമായി നേരിടാം, തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇത് ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. ഇങ്ങനൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ്. എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രസിഡന്റായിട്ട് തന്നെ മത്സരിക്കാനാണ് എന്റെ തീരുമാനം. പ്രസിഡന്റായിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ, അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ചു തരട്ടെ. അത് അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരാളെ വെച്ച് ഭരണാധികാരിയെ വെച്ച് ഒരു നിഷ്പക്ഷനല്ല എന്നതിന് കൃത്യമായി തെളിവാണല്ലോ 25 വർഷമായി ഒരാളിരിക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനെ ഒരു ഭരണാധികാരി വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കോടതിയെ സമീപിച്ച് ചെയ്യുമ്പോൾ അതിനൊരു കാലതാമസം ഉണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കെങ്കിലും അതിനൊരു സർട്ടിഫിക്കറ്റ് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട്. എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ മത്സരിക്കും. അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും. മത്സരിച്ച് അത് എല്ലാവരും അറിയേണ്ടതാണ്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ടും കുറച്ച് പേരുടെ ഒരു ഫോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആ ഫോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത്. എന്താണ് ഇവിടെ കണ്ടത്? സുരേഷ് കുമാറും സിയാദ് കോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായിസവും ഇപ്പൊ നിങ്ങൾ